നിങ്ങൾക്കൊരു കാര്യം കാണിച്ചാൽ കേട്ടോ, ഒരാളിവിടെ പതുങ്ങി നിൽപ്പുണ്ട്. ഞങ്ങൾ പോലും അറിയാതെ വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന കാര്യമൊന്നും പറഞ്ഞതുമില്ല, വിളിച്ചുമില്ല. മറ്റേ തന്നെ അങ്ങനെ ആൾ വരാത്തയാണ്. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാട്ടോ തന്നെ വരുന്നത്. ഇങ്ങോട്ടും അങ്ങനെ തനിച്ചും അങ്ങനെയൊന്നും പോകാറൊന്നുമില്ല. അന്ന് വന്നപ്പം തന്നെ അയത്തി പോയി തങ്ങി പോയി വിളിച്ചുകൊണ്ടാണ് വന്നത്. ഇന്നിങ്ങനെ ഭയങ്കര ധൈര്യമായി പോയിട്ട് ഇങ്ങനെ തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ റൂമിൽ ഇരിക്കുകയായിരുന്നു. റൂമിലിരുന്നിട്ട് ഇങ്ങനെ വീഡിയോയ്ക്ക് സൗണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരാൾ പാസ് ചെയ്ത് പോകുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനിങ്ങനെ എത്തി നോക്കി ജനലിൽ കൂടെ. അപ്പോഴാണെങ്കിൽ സാരി കണ്ടു. സാരി കണ്ടപ്പോൾ എനിക്ക് നല്ല പരിചയമുള്ള സാരിയാണല്ലോ എന്നും പറഞ്ഞ് ഞാൻ വന്ന് കഥ തുറക്കുന്നതിന് മുന്നേ ക്യാമറ ഓണാക്കി. എനിക്ക് മമ്മിയാണെന്ന് മനസ്സിലായായിരുന്നു. അപ്പോൾ ക്യാമറ ഓണാക്കിയതിന് ശേഷം ഫോണാണ് ഫ്രണ്ടിലോട്ട് ഇറങ്ങിയത് ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ. അപ്പോൾ ആൾ പേടിച്ച് പോയി കേട്ടോ. പേടിച്ചപ്പോൾ ഉള്ള ആ ഒരു റിയാക്ഷനാണ് നിങ്ങൾ ആ ഒരു സമയത്ത് കണ്ടത്. നല്ലതുപോലെ എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ അറിയുന്നില്ലല്ലോ, നമ്മൾ കാണാതെയല്ലേ വീഡിയോസ് എടുക്കുന്നത്. അതുകൊണ്ടൊക്കെ ആയിട്ടോ. അങ്ങനെ വന്നപ്പം കുറച്ച് പാപ്പമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളിങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. വന്നപ്പോഴേ എനിക്ക് കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഗി കാണാതെ ഞാൻ ഒളിപ്പിച്ചൊക്കെ വെക്കാൻ, അവൾ എടുക്കാൻ സമ്മതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ നോക്കുമായിരുന്നു. കാരണം ഈ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ കൊടുക്കും, എന്നാലും കുറച്ച് രസമാണല്ലോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാതെയൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചേക്കുന്ന കാണുമ്പോൾ. അവളാണെങ്കിൽ എൻ്റെ ഒരു സൈഡ് കടിച്ച് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല വേദന, എന്നെ കൊല്ലാനുള്ള പരിപാടിയായിരുന്നോ എന്തോ എനിക്കറിയത്തില്ല. അയ്യോ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ കൊണ്ടുവന്ന സാധനത്തിൽ നിന്നൊക്കെ ഓരോന്നൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കും. അമ്മയാണെങ്കിൽ ഒന്നും കഴിക്കാതെ വന്നേ. എവിടെ പോയാലും ശരി തന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫുഡൊന്നും കഴിക്കത്തില്ല. എനിക്കൊന്നൊരു ചായ പോലും കുടിക്കത്തില്ല ആളട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഛർദ്ദിക്കും. അങ്ങനെ ഛർദ്ദലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ബസ്സിലേക്ക് വരുവാണെങ്കിൽ ഒട്ടും കഴിക്കത്തില്ല, അവിടെ ഒന്നും കഴിക്കത്തില്ല. പിന്നെ ഞാൻ അതിൽ നിന്ന് കൊണ്ടുവന്നതിൽ തന്നെ കേക്കൊക്കെ എടുത്ത് കൊടുത്തു. ഇവിടെ വന്നപ്പം തന്നെ ഒരു 11-11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞങ്ങളടുത്ത് പറഞ്ഞതും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാനാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് മാത്രമേ രാവിലെ കാപ്പിക്കുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു. പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിൽ നിന്നൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ കുറേ പേര് മിഷീൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ മിഷീൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യാം കേട്ടോ. അതായത് അത് ജസ്റ്റ് നല്ലപോലെ കാണിച്ചൊക്കെ തരാം നിങ്ങൾക്ക്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാനൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കി ചെയ്യാം കേട്ടോ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. കാരണം എനിക്കും അങ്ങനെ വലിയ ഗ്രാഹ്യമില്ല. അവർ ഡെമോ കാണിക്കാൻ വന്ന സമയത്ത് ഞാനത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിനകത്ത് ഒരുപാട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളില്ല കേട്ടോ. നമ്മുടെ നോർമൽ മെഷീനകത്തുള്ള കാര്യങ്ങളൊന്നും അല്ല, അധികം എക്സ്ട്രാ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്കത് മറന്നു പോകും. അവർ ഒരു വട്ടം വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിട്ട് പോകുമ്പോൾ എനിക്ക് മറന്നു പോകുന്നതുകൊണ്ട് ഞാനതൊരു വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം ഞാൻ മറന്നു പോകും, അതുകൊണ്ടാണ് എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനാണെങ്കിൽ സൗണ്ട് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നീടും. അപ്പം തിരിച്ച് വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ തേങ്ങ വറുക്കുകയാണ് ഒരാൾ അടങ്ങിയിരിക്കത്തേ ഇല്ല, എന്തെങ്കിലും ജോലി ചെയ്യണമല്ലോ. അതിന് കുറേ തേങ്ങയൊക്കെ തിരികെ അങ്ങനെ വറുത്ത് വെച്ചു. അപ്പോൾ ഉച്ചക്കലത്തേക്ക് ഞാൻ കുഞ്ഞിന് ലെമൺ റൈസ് ആയിരുന്നു കൊടുത്തു വിട്ടിരുന്നത്. അപ്പം ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും തട്ടിക്കൂട്ടാമെന്നും പറഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് തോരൻ വെക്കാമെന്ന്, മമ്മിയൊക്കെ വന്നതല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് തേങ്ങ, പിന്നെ പച്ചമുളക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് 2 എണ്ണം കേട്ടോ. എരിവധികം കൂടാൻ പാടില്ലല്ലോ. പിന്നെ ഇഞ്ചി, പിന്നെ ചുമന്നുള്ളി കുറേ ഇട്ട് കൊടുക്കും, നല്ല ടേസ്റ്റായിട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ചേർക്കുന്നില്ല, നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കണം. ചതച്ച് മാത്രം എടുത്താൽ മതി, അരിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും കേട്ടോ. പിന്നെ അത് കഴുകി വൃത്തിയാക്കി മുള്ള് മാറ്റി വെച്ചിരുന്ന നെത്തോലി ആയിട്ടോ. അതാകുമ്പോഴത്തേക്കും വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നല്ല രീതിയിൽ കഴിക്കാനും ഒക്കെ പറ്റും. അത് കഴിഞ്ഞ് ചതച്ച് വെച്ചിരുന്ന അരപ്പ് അതിനകത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പിഴുപുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഒരുപാടൊന്നുമില്ല, കുറച്ച് പുളിപ്പ്, നമ്മൾ കുറച്ച് മീനേ ഉള്ളതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പുളിയുടെ വെള്ളവും പിന്നെ നമുക്ക് ആവശ്യത്തിനും കൂടെ വെള്ളം വേവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം, ഒരുപാടല്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അതായത് നമ്മുടെ ഈ അരപ്പും ഉപ്പും എല്ലാം കൂടെ മീനകത്ത് പിടിക്കണമല്ലോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തത്തിപ്പൊത്തി വെക്കാം. എന്നിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ആ ഒരു വെള്ളം വറ്റി വരണോട്ടോ. ഞാൻ ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്യണം. അതായത് ഒരുപാട് വെള്ളം വറ്റി അങ്ങ് അടിക്ക് പിടിക്കാൻ പാടില്ല. അപ്പം വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇളക്കി എടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ റെഡിയാവും. അപ്പോൾ ഞാനത് അടുപ്പത്തോട്ട് വെച്ചിട്ട് മീൻ ഫ്രൈ ചെയ്യാനും കൂടെ നമുക്ക് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് മസാലകളൊക്കെ ഇടുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇതിന് മുന്നേ ഉള്ള വീഡിയോസിനകത്തൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അടിപൊളിയൊരു മസാല കേട്ടോ. ഇതിനകത്താണെങ്കിൽ നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു മണമാണ്, അതേപോലെ ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് ആ മസാലയൊക്കെ പുരട്ടി ഇനി കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അതായത് മീൻ തോരൻ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് ആ സമയത്ത് എടുത്തിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ മീൻ വെള്ളമൊക്കെ വറ്റി
വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പത്തോട്ട് ഞാൻ മീൻ ഫ്രൈ ചെയ്യാനും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും സമയം പോകണ്ടെന്ന് വിചാരിച്ചു. മമ്മിക്ക് വന്നിട്ട് അങ്ങ് പോകണമല്ലോ. അപ്പോൾ എന്താ നമ്മൾ ഈ വെള്ളം വറ്റുമ്പോഴത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി പതുക്കെ ഇളക്കണം കേട്ടോ. ഇത് പിന്നെ ഒരുപാട് ഉടഞ്ഞു പോകത്തില്ല. ഞാൻ ഈ ഒരു മുള്ളൊക്കെ ഇളക്കി മാറ്റിക്കൊണ്ട് മുള്ളിളക്കി അതിനകത്ത് കിടക്കത്തൊന്നും ഇല്ല. അപ്പം ഇത് മത്തിക്കകത്ത് നമ്മുടെ ചാളയില്ലേ അതിനകത്തും ചെയ്യണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലാസ്റ്റ് ഇതാ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാധനം കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ ഈ ചാള മീനകത്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു ടേസ്റ്റും മണമൊക്കെ ഈ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മുടെ മീൻ തോരനായി ഇനി ഞാൻ മീൻ ഫ്രൈയും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം മമ്മിയാണെങ്കിൽ അവിടെ നിന്ന് ഒന്നും കഴിക്കാണ്ടാണല്ലോ വന്നത്. ഇവിടെ വന്നിട്ട് ഒന്നും കഴിച്ചില്ല കേട്ടോ. ഞാൻ കൊടുത്ത ആ ഒരു കേക്കിൻ്റെ ഒരു പീസ് മാത്രമേ കഴിച്ചുള്ളൂ. അതുകൊണ്ട് വിശന്ന് നിൽക്കുകയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കുമായിരുന്നു. പിന്നെ ചോറ് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വെള്ള അരിയുടെ ചോറുണ്ടല്ലോ, അതായത് വലിയ അരി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ചെറിയ നമ്മളിവിടെ വെക്കുന്നത് പൊന്നിയരി അല്ലേ, പൊന്നിയരി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. പക്ഷേ വെള്ള അരി വലുത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നിന്ന് അന്നേരം വരുമ്പോൾ അമ്മ ചോറ് കൊടുത്തു വിടും കേട്ടോ. മമ്മി വരുമ്പോഴായാലും ചോറ് കൊണ്ടുവരും, അമ്മ വരുമ്പോഴായാലും ചോറ് കൊണ്ടുവരും. അപ്പോൾ ഇതെനിക്ക് ഇവിടെ നമ്മൾ വെക്കുമ്പം നല്ല വേവല്ലേ, എനിക്ക് ഒരുപാട് വേവ് ആയതുകൊണ്ട് കുക്കറിനകത്താണ് വെക്കുന്നത്. എന്നാലും പൊന്നിയരിയാണെങ്കിൽ പെട്ടെന്നാവും, ഗ്യാസിനകത്തല്ലേ നമ്മൾ വെക്കുന്നത്. അല്ലാതെ നമുക്ക് വേറെ അടുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് തന്നെ വെക്കത്തുള്ളൂ. അല്ലാതെ ഈ വലിയ അരി നമ്മൾ മേടിക്കാറ് അങ്ങനെ ഇല്ല കേട്ടോ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് കൊണ്ടു തരും എനിക്ക് ചോറ് അങ്ങനെ. അതുകൊണ്ട് എനിക്ക് പിന്നീട് ചോറ് വെക്കേണ്ട വന്നില്ല. ഞാൻ ചോറ് വെക്കാൻ വേണ്ടി അരിയടുപ്പത്ത് ഇടാൻ പോയപ്പോഴാണ് മമ്മി പറഞ്ഞത് നീ വെക്കണ്ട, ഞാൻ ചോറ് കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ. അങ്ങനെ നമ്മൾ മീനും ഫ്രൈയും പിന്നെ നമ്മുടെ തോരനും രസമൊക്കെ ആയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഒരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറേ പേരുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. കുറച്ച് പേരുടെ പേര് ഇതാ ഈ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. എലിസബത്ത് ബിനീഷിന്റെ മകളായ നിധിമോളുടെ ബർത്ത്ഡേ ജൂലൈ 26 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദേവൂട്ടിയുടെ മകളായ ഗൗരി നന്ദയുടെ ബർത്ത്ഡേയും ജൂലൈ 26 അതുപോലെ തന്നെ സജിന ഫൈസലിന്റെ മകനായ റിച്ചൂസിന്റെ ബർത്ത്ഡേ ജൂലൈ 28 പിന്നെ രേവതി അഖിലിൻ്റെ ചേച്ചി അശ്വതിയുടെ ബർത്ത്ഡേ ജൂലൈ 24 വിദ്യാ ധീരജിൻ്റെ ബർത്ത്ഡേ ജൂലൈ 28 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് നാളിങ്ങനെ സന്തോഷം സമാധാനമായിട്ട് ദീർഘായുസ് നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇതാ മമ്മി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വറുത്ത് വെച്ചിരുന്ന തേങ്ങയൊക്കെ ഞാൻ പിന്നെ സെപ്പറേറ്റ് ഒരു പാത്രത്തിലോട്ട് ആക്കി തണുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ കേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാട്ടോ ഒരു പാത്രത്തിലാക്കി വെച്ചത്. അപ്പോൾ അവിടെ ഒരുപാട് പേരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ കൊടുത്ത അമ്മയും മമ്മിയും പിന്നെ അമ്മച്ചമ്മയും ശാലുമോളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ ആട്ടോ ഒരു ഡെപ്പ നിറയെ കേക്കാക്കി ഞാൻ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് കുഞ്ഞൻ വാങ്ങിച്ചു വന്ന ഡയറി മിൽക്കായിരുന്നു. അത് ഞങ്ങൾ പിന്നെ പൊട്ടിച്ച് മമ്മിക്ക് കുറച്ച് കൊടുത്തിട്ട് പിന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ചോക്ലേറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും അതേപോലെ തന്നെ അമ്മമാർക്കൊക്കെ ചോക്ലേറ്റും ഈ ഐസ്ക്രീമും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറേ വൈകിയൊക്കെയാണ് ഞാൻ ഇതൊക്കെ അറിയുന്നത്. നമ്മളെ പണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നോക്കിയിട്ട് ഓരോന്ന് മേടിച്ച് നമുക്ക് കൊണ്ട് തരുന്നതല്ലാതെ അവരുടെ ഇഷ്ടങ്ങളൊന്നും നമ്മൾ അറിഞ്ഞതേ ഇല്ല. സത്യം എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഒരു സങ്കടമുണ്ട്. കാരണം അവരുടെ ഇഷ്ടങ്ങളൊക്കെ എന്താണെന്ന് ചോദിക്കുകയോ പറയുകയൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടമാണ്. ഇപ്പം കുറേ കാലങ്ങളായിട്ടാട്ടോ ഇവരുടെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. എന്തെങ്കിലും അമ്മ എന്താ അമ്മ ഇഷ്ടമെന്ന് ചോദിച്ചാൽ പോലും ആരും പറയാറില്ലായിരുന്നു കേട്ടോ. നമുക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതല്ലാതെ അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് പോലും അവർ പറയത്തുമില്ല. മനസ്സിനകത്ത് ഒളിപ്പിച്ചിങ്ങനെ വെക്കുക, അതായിരുന്നു കേട്ടോ അവരുടെ പതിവ്. അപ്പം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി ടാറ്റയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഫോട്ടോസൊക്കെ ഞാൻ അവിടെ നിന്നൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരമായിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ വൈകുന്നേരം കുളിച്ചൊരുങ്ങി ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ അമ്പലത്തിൽ പോയില്ല, നിങ്ങൾക്കറിയോ. അപ്പോൾ ഇന്ന് വൈകിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ട് വന്ന സമയത്ത് നല്ല ക്ഷീണമായിരുന്നു, തലവേദന എനിക്ക് നല്ല രീതിയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം പോകാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും നടന്നില്ല. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് പോകാമെന്ന് ചോദിച്ചു. ഞങ്ങൾ കൂനമ്പായിക്കുളത്ത് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നത്, കുഞ്ഞൻ വന്നിട്ട് പോകാമെന്ന്. പക്ഷേ ആൾക്ക് നല്ല കാലുവേദനയാണെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ ശരി വേണ്ട,
വേണ്ട അങ്ങ് വരെ പോകണ്ട, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോകാമെന്ന്. എന്നിട്ട് വരുന്ന വഴിക്ക് കുഞ്ഞിൻ്റെ കയ്യിൽ ഞാൻ ചാവിയും കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് നടന്നു. അവിടെ എവിടെയാണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പറഞ്ഞൊരു അറിവിലാണ് ഞാൻ ഇവിടെ പോയത് കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ നടന്ന് അവസാനം അമ്പലം കണ്ടുപിടിച്ചു. നല്ല വെള്ളമായിരുന്നു, അവിടെ എല്ലാം ഒരുമാതിരി കിടക്കായിരുന്നു. അതുകൊണ്ട് ഷൂ നനയല്ലോ എന്നും പറഞ്ഞ് തിരിഞ്ഞ് നടന്നപ്പോഴൊരു ചേട്ടനെ കണ്ടേ. ഷൂ നല്ല രീതിയിൽ മുങ്ങി, നമ്മുടെ കാല് മുങ്ങി നിൽക്കും കേട്ടോ, ആ രീതിയിൽ വെള്ളം കിടക്കുമായിരുന്നു. അങ്ങനെ തിരിഞ്ഞ് നടന്നപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് വേറൊരു വഴി കാണിച്ചു തന്നു. പിന്നെ ആ വഴി കൂടെ നമ്മൾ അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിച്ച് തൊഴുതിട്ട് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ഇരുട്ടോ. അവിടെ നിന്ന് ലൈറ്റ് പോലും ഇല്ല, നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. 7:15 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല ഇരുട്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഫോണിൻ്റെ ഈ ടോർച്ചൊക്കെ അടിച്ച് അങ്ങനെയാണ് വന്നത്. അതും ഇല്ലായിരുന്നെങ്കിൽ പെട്ടുപോയേനെ. കാരണം ഒരാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പോലും ഇല്ലായിരുന്നു, അത്രയ്ക്ക് ഇരുട്ടായിരുന്നു. ആദ്യമായിട്ടും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് പ്രസാദമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞ് ഞങ്ങളെ നോക്കി നിൽക്കുമായിരുന്നു, ആൾ ഞങ്ങൾ വരുന്നത്. കാരണം അത്രയും നേരം ഇരുട്ടിയായിരുന്നല്ലോ. അത്രയും നേരം ഇരുട്ടിയിട്ട് ഞാൻ അങ്ങനെ എവിടെയും പോകാറൊന്നും ഇല്ല കേട്ടോ, ഇവിടെ വന്നതിന് ശേഷമൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ വന്നിട്ട് പിന്നെ ഫുഡ്, നമുക്ക് ഉച്ചക്കലത്തെ ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഇരുന്നുകൊണ്ട് പിന്നെ രാത്രിയിലും ചോറാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മുളക് ഉടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതായത് മുളക് ചമ്മന്തി, 2-3 പച്ചമുളകും പിന്നെ ചുമന്നുള്ളി ഞാൻ കൂടുതലായിട്ട് ഇടുന്നുണ്ട്, കുഞ്ഞിന് എരിവ് അധികം പറ്റാത്തതുകൊണ്ട്. പിന്നെ കുറച്ച് പുളിയും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. ഇത് അമ്മിക്കല്ലിലോ ഇടികല്ലിലൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെയൊക്കെ ഒഴിച്ച് ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. മുളക് ചമ്മന്തി അടിപൊളി ടേസ്റ്റാണ്. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ മീനും വറുത്തെടുത്തു, തോരനും ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അത് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു.